വിഷമിച്ചിരിക്കുന്ന? ഒന്നുമില്ലടി, നല്ലൊരു ഓണമായിട്ട് നിനക്കും കുഞ്ഞുങ്ങൾക്കൊന്നും വാങ്ങിത്തരാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ ചേട്ടൻ വിഷമിക്കണ്ട, നമ്മളെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും എൻ്റെ മക്കളുടെ മുഖം കാണുമ്പോൾ മനസ്സിനൊരു നമ്മളെ മക്കൾക്ക് നമ്മളെ അവസ്ഥയൊക്കെ അറിയാലോ, പിന്നെന്തിനാ നിങ്ങൾക്ക് സങ്കടപ്പെടുന്നത്? എന്നാലും നല്ലൊരു ഓണമായിട്ട് ഒരവസ്ഥ വന്നില്ല. ചേട്ടൻ വിഷമിക്കാതെ. എനിക്ക് നീ, നിനക്ക് ഞാനും എൻ്റെ മക്കളും ഇത് മാത്രമല്ല. നമ്മൾ ഇല്ലേ ചേട്ടൻ്റെ കൂടെ, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? എല്ലാം ദൈവം കാണുന്നുണ്ടേ. എന്നെങ്കിലും ഒരിക്കൽ നമുക്കും വരുന്ന നല്ല കാലം. ഒരു കല്ലുമഴ വീത് അങ്ങോട്ട് കഷണ്ടി പൊട്ടണേ. ഒരു ഷെയർ വെച്ച് കൊടുക്കാൻ. ഓ അതിന്റെ കലിപ്പാ. എടാ ഒന്ന് നിർത്തടാ, രാവിലെ തുടങ്ങിയല്ലേടാ, ഇവൻ എന്തിനാ കാണിക്കണേ? അവ എന്തിനാ ചേട്ടണ്ണ 10 അടിക്കുള്ള പരിപാടിയിലുണ്ടോ നോക്ക്. അതിനിത്ര ചിന്തിക്കാൻ വേറെ സാധനം എടുത്തപ്പോ എടാ ഒന്നാം തീയതി നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചോ കണ്ണി കുത്തുന്ന. അതെ ഏതായാലും ഞാൻ 1-2 അടിച്ചിട്ടേ പോന്നുള്ളൂ. അടിക്കാതിരിക്കും സാധനം ആരെങ്കിലും ഉണ്ടെന്ന് വിളിച്ച് അന്വേഷിച്ചു നോക്കണ. ഞാരെ വിളിക്കുന്നു ഞാൻ നിങ്ങളാ മധുവിനെ വിളിച്ചു നോക്കണ. അത് കറക്റ്റാണ്. മധു ഉണ്ടെങ്കിൽ സാധനമുണ്ട്, നിങ്ങൾ വിചാരിച്ച നടക്കും. അല്ല ഞാൻ മധുവിനെ വിളിക്കാം, നോക്കട്ടെ. ഞാൻ വിളിച്ച കേക്കും കേട്ടോ, ലോ സ്പീക്കറാണ് കേട്ടോളേ. ഹലോ ഹലോ ആണോ? മധുവണ്ണാണ്, മധുവണ്ണനാണ്. ഹരി 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 അണ്ണ, ഹരി ഹരി അണ്ണ, നമ്മുടെ കലിങ്ങിൻ്റെ അവിടെയുള്ള ഹരി. അണ്ണ കവട്ട ഹരി, അണ്ണ കവട്ട ഹരി. ഓ അണ്ണ സാധനം വലിയ പോടുണ്ണ ഉണ്ടോ? അയ്യോ അണ്ണ കുറയോ അണ്ണ? ഇല്ലണ്ണ ഞാൻ പൈസ സെറ്റ് ചെയ്ത് വിളിക്കാം എന്നാ. ഓ ശരി ശരി, ഓക്കെ അണ്ണ വെച്ചോ അണ്ണ. 1500 രൂപ. 1500 രൂപയെ? പിന്നെ എനിക്ക് ചുമ്മാ അങ്ങ് പോസ്റ്റിംഗ് ഉണ്ടാക്കി തരുമോ? വേണമെങ്കിൽ മേടിച്ചാൽ മതി, ഞാൻ വിളിച്ചിട്ടുണ്ട്. 1500 രൂപ ഉണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ഉണ്ട്, ഞാനും ഷെയർ ഉണ്ട്. എടാ നീ വല്ല അറിഞ്ഞോ? നീ എടാ നീ അടിക്കാനുണ്ടോ? ആ കോപ്പടുത്ത് മാറ്റാ അടിക്കണ്ടേ? എടാ 1500 രൂപ സാധനം ഉണ്ട്. ഷെയർ ഉള്ളോ? ഷെയർ ഷെയർ അത്രേ ഉള്ള. അളിയ 500 രൂപ. അണ്ണന്റെ ഷെയർ ഇടേ. എന്റെ അണ്ണന്റെ ഷെയർ ഇടേ. എന്റെ എടാ ഞാൻ എത്ര പ്രാവശ്യം ഷെയർ കണ്ടിട്ടുണ്ടാ? എടാ നിങ്ങളുടെ മൂത്തല്ലേടാ ഞാൻ, എന്നോട് ഷെയർ വയ്ക്കാൻ പറ്റൂടാ? അളിയതാര്? ശ്രീകുട്ട. ശ്രീകുട്ട നീ എന്ന് വന്നടാ? എടാ ദുബായ്ക്കാരെ വന്നു, പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? അളിയ അടാ ഷെയർ ഇട്ടോണ്ടിരിക്കുക, ഇത്രേ ഉള്ളു. ഇത് എന്താടാ ഇത്? അളിയ ഒഴിയില്ലേ ക്ലാസ് ഉണ്ടല്ലേ? പിന്നെ അതൊരു കാര്യം, നമുക്ക് പണയിലോട്ട് പോവാം. പിന്നെ എവിടെ പോയിരിക്കുന്നു? ക്ലബിൽ പോയിരിക്കാണ്. നമ്മുടെ ക്ലബിലാ? അത് ശരി. എടാ തീർത്ത് കളി തീർത്ത് പോ ഇറങ്ങി കേറി വാടാ മക്കളെ. പിന്നെ ഹരിയണ എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ? എന്ത് വിശേഷം മോനെ, ഒരു സുഖമില്ലടാ. ഇപ്പോഴല്ലേ നീ വന്നപ്പോഴല്ലേ സുഖം കൂടിയത്? എടാ ഗൾഫിൽ പെട്രോളിനൊക്കെ വില കൂടിയാ? ഇവിടുത്തെ പോലെ തന്നെ അവിടെ തന്നെ. അളിയ എല്ലാവരും പറയുന്നത് പെട്രോളിന് വില കൂടിയത്.
ഞാൻ ഡെയിലി പമ്പിൽ പോകും, 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കും. ഇന്നേ വരെ 10 രൂപേൻ്റെ ഒന്നും കൂടുതൽ വാങ്ങിച്ചില്ല. പിന്നെ എന്താ അർത്ഥത്തിലാണ് ഒരു പെട്രോളിന് വില ഓടിയെന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാവില്ല. നമ്മളെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഓണമൊക്കെ വരെയല്ലേ, വല്ല പ്രോഗ്രാമൊക്കെ വെക്കണ്ടേ? എന്ത് പ്രോഗ്രാമില്ല, പ്രോഗ്രാം വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അല്ലെങ്കിൽ ആരും പിരിവൊന്നും തരുകളിയെ. തന്നളിയാ എന്തോണം, അതൊക്കെ പണ്ടത്തെ ഓണം. ഊഞ്ഞാൽ, പുലികളി, അത്തപ്പൂക്കളം. ഇപ്പോൾ ഇതെങ്കിലും എവിടെയെങ്കിലും കാണാനുണ്ടോ? ഇപ്പോൾ ഉണ്ട് കുറേ മൊബൈൽ, ഇൻ്റർനെറ്റ്. 24 മണിക്കൂർ മൊബൈലിൽ കുത്തിരിക്കുന്ന എവനാണ് പറയണത്? ഈ ഞെക്ക് ഫോൺ കൊണ്ട് കിടക്കണം നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഉറങ്ങി. അതൊക്കെ വിട്. ഈ വർഷത്തെ ഓണം നമുക്കെല്ലാവർക്കും ഒന്ന് ഉഷാറാക്കിയല്ലോ. എന്ന് വെച്ചാൽ അളിയന്ത്രാണ് ഉദ്ദേശിക്കുന്നത്? എടാ, അതായത് ഞാൻ ഒരുപാട് വർഷം കൊണ്ട് ഗൾഫിലല്ലേ, എനിക്കും കാണൂലേ നാട്ടിൽ വന്ന് ഓണം ആഘോഷിക്കണമെന്നും പ്രോഗ്രാമൊക്കെ കാണണമെന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ സഹായിക്കാം. എന്തു പറയുന്നത് ഹരിയണ്ണ? അളിയാ, സാമ്പത്തികമായിട്ട് നീ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ റെഡി അല്ലേ? ഞാൻ റെഡി. ആരോട് പറയാ, അവന്റെ കാര്യം പോകാം. റെഡി അളിയാ. എന്തു പറ്റി അമ്മാവ് ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല മക്കളെ. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കുറച്ച് ദൂരെ നിന്നാ. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു. ഈ തേര് കയറി വന്നപ്പോൾ ശ്വാസം മുട്ടിയിട്ടാണ് വരുന്നത്. വേറെ എന്തെങ്കിലും വയ്യായിക? പ്രായം ചെന്ന മക്കൾക്കും മരുമക്കൊക്കെ എല്ലാം നമ്മളൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും കേൾക്കാൻ നിന്നില്ല, ഞാനിറങ്ങി. എല്ലാ കുടുംബത്തിലും ഇതൊക്കെ തന്നെ അമ്മാവ് അവസ്ഥ. എല്ലാം ശരിയാവും. ഇത് വെച്ച അമ്മാവന് ഈ പൈസ ഒന്നും വേണ്ട മോനെ. നിങ്ങൾ ഈ ഓണാഘോഷവും പരിപാടിയൊക്കെ നല്ലത് തന്നെ. നിങ്ങൾ കാണാതെ പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മക്കളെ ഇവിടെ. അതിലൊരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവർത്തിയില്ലാത്ത കുടുംബം. ഏത് വീടത്? മോന് വീണെങ്കിൽ ആ വീട് ഞാൻ കാണിച്ചു തരാം. അതാ വീട്. നമ്മുടെ ഹരിയൻ്റെ വീട്. ഹരിയൻ്റെ വീട്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ വീട്ടുകാർക്ക് ചെയ്യും. പുണ്യം കിട്ടും നിങ്ങൾക്ക്. അണ്ണയില്ലേ ചേച്ചി? ഉണ്ടല്ലേ, ഇപ്പൊ വിളിക്കാം. നിങ്ങളായിരുന്നോ? കയറുവാടാ. എന്താണ്, എന്താ പ്രശ്നം ഇവിടെ? ഇവിടുത്തെ പ്രശ്നം ഒരു പ്രശ്നമില്ല അണ്ണാ. അണ്ണാ, നിങ്ങൾ ഒന്നും വിളിക്കണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായണ്ട. ആ ഒരു അമ്മാവൻ പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും കാര്യം അറിയുന്നത്. മനസ്സിലായോ? നിങ്ങൾ കയറുവാടാ. വാ.
എന്താ ഹരിയണ്ണ ഇത്? നിങ്ങൾ നമ്മളൊരു ചേട്ടനെ പോലെ അല്ലേ കണ്ടത്? ഞങ്ങളോടൊരു വാക്ക് പറയണ്ടേ നിങ്ങളെ പ്രശ്നങ്ങളെ കുറിച്ച്? നിനക്കറിയാലോ, എനിക്ക് ഒരു അപകടം പറ്റിയ കാര്യം അറിയാമായിരുന്നു നിങ്ങൾക്ക്. അപ്പം എന്നെ രക്ഷപ്പെടുത്തിയത് സാമ്പത്തികമായിട്ട് സഹായിച്ചതൊക്കെ നിങ്ങളൊക്കെ തന്നെ. പിന്നെ എങ്ങനെയാടാ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എന്നാലും ഒരു വാക്കെങ്കിലും. വന്നല്ലോ അതല്ല എന്താ കാര്യം ഇത്? എന്താടാ ഒന്നുമില്ല, നല്ലൊരു ഓണമായിട്ട് നിങ്ങൾ വന്നല്ലോ, അത് മതിയടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സുരേഷിനെ വിളിച്ചിട്ട് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് അവരുടെ വീട്ടിലെത്തിക്കാൻ പറയാം. പിന്നെ ഡ്രസ്സ്, പിള്ളേർക്കുള്ള ഡ്രസ്സും ഹരിയാനുള്ള ഡ്രസ്സും ചേച്ചിക്കുള്ള എല്ലാം കൂടെ നമുക്ക് എത്തിക്കാൻ പറയാം. ഏർപ്പാടാക്കാം. നമുക്കൊരു കാര്യം, ഇന്നത്തെ ഓണസദ്യ നമുക്ക് ഹരിയാൻ്റെ വീട്ടിലാക്കാം. എന്താ പറയുന്നത്? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാം. ഇല്ല ശ്രീകൂട്ടം വന്നില്ല. അവിടെ പോയി നീ ഇവിടെ എന്താ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വാ, നമുക്ക് അവിടെ പോയി സെൽഫി എടുക്കാം. അല്ലടാ, എന്നാലും ആ അമ്മാവൻ. ഏതമ്മാവൻ? അയ്യോ പറയണ അമ്മ അവിടെ പോടി. അതാണ് ഞാനും ആലോചിക്കുന്നത്. അത് വിട്, നീ വാ, നമുക്ക് സെൽഫി എടുക്കാം. വാ.